അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് നടന്മാരെ കുറിച്ച് ഒരുപാട് മോശമായിട്ടുള്ള, അതായത് നമ്മളുടെ എല്ലാം സിനിമാ പ്രേമികളുടെ എല്ലാം കാണപ്പെട്ട ദൈവമായിരുന്ന പല പല നടന്മാരുടെയും മോശമായിട്ടുള്ള പേരാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മോശമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ പീഡന കേസുകൾ, ഒരുപാട് സ്ത്രീകൾ പുറത്തേക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മ സംഘടന പിരിച്ചുവിട്ടു. അതുപോലെ തന്നെ മോഹൻലാൽ അതിൻ്റെ ഒരു മെയിൻ പ്രതിനിധിയായിരുന്നു, ഈ പറയുന്ന പോലെ രാജിവെച്ചു. അങ്ങനെ സംഘടന ശരിക്കും പറഞ്ഞാൽ ഛിന്നഭിന്നമായ പോലെയാണ്. എന്തായാലും നടന്മാരുടെയൊക്കെ പേര് കുറച്ച് കാലത്തേക്കെങ്കിലും വളരെ മോശമായിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ശരിയായ റിപ്പോർട്ട് എല്ലാ പേജുകളും പുറത്തു വന്നിട്ട് എല്ലാവരുടെയും പേരുകൾ പുറത്തു വന്നതിന് ശേഷം അത് തെളിയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ആരാണ് ഇതിനകത്തിൽ പ്രതിയെന്നും ബാധിയെന്നും നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അതിനുശേഷമുള്ള ശിക്ഷയാണ് ശരിക്കും ഈ കുറ്റം ചെയ്തവർക്ക് കൊടുക്കേണ്ടത്. അത് ലേഡിയെങ്കിൽ ലേഡി ചുമ്മാ കഥ പറഞ്ഞ്, അതായത് ചുമ്മാതെ ഒരു പീഡന കേസ് ഉണ്ടാക്കിയതാണെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടണം, അങ്ങനെയല്ലേ? പക്ഷേ നമ്മൾ കേട്ടിരിക്കുന്നിടത്തോളം കണ്ടിരിക്കുന്നിടത്തോളം കൂടുതലും സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങൾ സത്യം തന്നെ ആകാനാണെന്നാണ് സാധ്യത. അപ്പോൾ നല്ല നല്ല മഹാനടന്മാരുടെ എല്ലാം പേരുകൾ ചീത്തയായ കൂട്ടത്തിൽ ആ കൂട്ടത്തിലൊരു നന്മമരം ഉണ്ടായിരുന്നു. ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അതായത് ഞാൻ സ്വയം വിശേഷിപ്പിച്ചിരുന്നായിരുന്നു, എനിക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ വളരെ ഇഷ്ടമാണ്. സിനിമ, അതായത് ആക്ടർ നിലയിൽ വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ആദ്യമൊന്നും ഇലക്ഷനൊന്നും മത്സരിച്ചു നിന്ന സമയത്ത് അദ്ദേഹം നമ്മുടെ ഈ സ്ഥലത്ത്, അതായത് നമ്മുടെ ഈ നാട്ടിൽ അദ്ദേഹം മത്സരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയിരുന്നു. പക്ഷേ അദ്ദേഹം മത്സരിച്ച സ്ഥലത്ത് അദ്ദേഹം ആദ്യം തോറ്റുപോയി. അതിനുശേഷം രണ്ടാമത് വീണ്ടും തൃശ്ശൂർ വന്ന് മത്സരിച്ചു. ആ സമയത്ത് നമ്മൾ ഈ തെക്ക് ഭാഗത്തുള്ള ആലപ്പുഴ ജില്ലയിലുള്ള വ്യക്തിയാണെങ്കിൽ തന്നെയും നമ്മൾ മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചു. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ട് തോറ്റിരുന്ന സമയത്ത് പോലും തൃശ്ശൂരുകാർക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഒരുപാട് സഹായങ്ങൾ, അതായത് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നും മകൻ്റെ സ്ഥാനത്ത് നിന്നും ഒരുപാട് കാര്യങ്ങൾ, നന്മ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ട് കുറയ്ക്കണേ. അതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, മഹാകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതായത് നമ്മൾ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, ആരെയും സ്നേഹിക്കുന്ന ഒരു അച്ഛൻ്റെ സ്നേഹം, ഒരു കുട്ടിയോടാണെങ്കിൽ ഒരു അച്ഛൻ്റെ സ്നേഹവാത്സല്യം കൊടുക്കുന്നു. ഒരു അമ്മയോടാണെങ്കിൽ ഒരു മകൻ്റെ വാത്സല്യം കൊടുക്കും, മകൻ്റെ സ്നേഹം കൊടുക്കുന്നു, ബഹുമാനം കൊടുക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ. അതുപോലെ തന്നെ എന്താണ്, തൃശ്ശൂർ അങ്ങനെ നിന്ന് ഒരുപാട് മത്സരിച്ച് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് നമ്മളെ ഇഷ്ടപ്പെട്ടു പോയി. ആ വ്യക്തി ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാ നടന്മാരിലും ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്ക് അതായത് നമ്മുടെ പൂജാമുറിയിൽ വെച്ച് പൂജിക്കാൻ പാകത്തിന് നമ്മൾ മനസ്സിനോട് അടുപ്പിച്ചൊരു, മനസ്സിനോട് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരു മഹാനടനായിരുന്നു സുരേഷ് ഗോപി. എന്തായാലും തൃശ്ശൂർ ഒന്ന് ജയിച്ചു. അപ്പം നമുക്ക് നല്ലൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ തൃശ്ശൂർ നിന്ന സമയത്ത് ഇത്രയും ആൾക്കാർ തൃശ്ശൂരെ ഓരോ വ്യക്തികളും കാരണം എതിർ പാർട്ടികളുടെ ആൾക്കാർ സഹിതം സുരേഷ് ഗോപിക്ക് വേണ്ടി ഈ പ്രാവശ്യം വോട്ട് ചെയ്ത് അങ്ങനെ ജയിപ്പിച്ചു. കാരണം എല്ലാ ശത്രുക്കൾ പോലും മിത്രങ്ങളായ ഒരു അവസ്ഥയാണ് തൃശ്ശൂർ ഉണ്ടായിരുന്നത്. അതുപോലെ വോട്ട് കിട്ടി തൃശ്ശൂർ ഭൂരിപക്ഷം കിട്ടി അദ്ദേഹം ജയിച്ചു മുന്നോട്ട് വന്നു. എന്തായാലും തൃശ്ശൂരുകാരെ മൊത്തം കയ്യിലെടുത്ത് അദ്ദേഹത്തിന് സ്നേഹം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മൊത്തം കയ്യിലെടുത്ത് എന്തായാലും അദ്ദേഹം ജയിച്ചു. നല്ലൊരു പ്രതിനിധിയായി, കേന്ദ്രമന്ത്രിയായി, അല്ലേ? അപ്പോൾ നമുക്ക് ഒരു അഭിമാനം കൂടെയാണ് കേരളത്തിലെ ഒരു നല്ലൊരു നടനും അതുപോലെ തന്നെ ഒരാൾ കേന്ദ്രമന്ത്രിയായതിൽ നമുക്ക് അഭിമാനിക്കാം. അതുപോലെ തന്നെ തൃശ്ശൂർക്കാർ കൂടുതൽ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുകയും ചെയ്തു. പക്ഷേ ഈ മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന് സ്വരത്തിനും ഭാവത്തിനും അദ്ദേഹത്തിന് ബോഡി ലാംഗ്വേജിന് തന്നെയും അദ്ദേഹത്തിന് ഭാഷണ ശൈലിക്ക്, അതായത് അദ്ദേഹം സംസാര ശൈലിക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങളും കർക്കശം കുറേ കൂടെ കൂടുതൽ വന്നു എന്നൊരു സംശയം നമ്മൾ ഈ പറയുന്ന പോലെ വാർത്താ ചാനലുകളിലെല്ലാം കാണുന്നു. സത്യം പറഞ്ഞാൽ ഇദ്ദേഹം ജയിച്ച സമയത്ത് ഞാനിങ്ങനെ എൻ്റെ മക്കളോട് പറയുമായിരുന്നു, കേരളത്തിൻ്റെ നരേന്ദ്രമോദിയാണെടാ സുരേഷ് ഗോപി, ഏട്ടൻ മോനെ, കേരളത്തിൻ്റെ നരേന്ദ്രമോദിയാണ് സുരേഷ് ഗോപി എന്ന് ഞാൻ പറയും. കാരണം BJP നമുക്ക്, എനിക്കാണെങ്കിൽ പാർട്ടിപരമായിട്ട് ഈ പറയുന്ന പോലെ ഒരുപാട് അടുപ്പോ കാര്യങ്ങളോ എല്ലാവരും പ്രത്യേക ഓരോ പാർട്ടിയോട് ഒരു കൂറോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ വ്യക്തിപരമായിട്ട് നമ്മൾ വോട്ട് ചെയ്യും. വ്യക്തിപരമായിട്ട് ഓരോ ആൾക്കാരുടെയും സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് എന്ത് നന്മ ചെയ്യുന്നു, എന്ത് ത്യാഗം സഹിക്കുന്നു, അതിനെ അപേക്ഷിച്ചിരിക്കും ഞാൻ വോട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യാറ്. എനിക്ക് പ്രത്യേകിച്ച് പാർട്ടിയിൽ, എങ്കിലും ഓരോ പാർട്ടിയിലും ഓരോരോ വ്യക്തികളുണ്ട്, നല്ല വ്യക്തികളുണ്ട് ഓരോ പാർട്ടിയിലും. 3 BJPയിലായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും കോൺഗ്രസ്സിലായാലും നല്ല നല്ല ആളുകളുണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ BJPയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആളെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ആയിരുന്നു. എന്ന് വെച്ചാൽ BJPയുടെ ആളാണെന്നല്ല ഞാൻ പറഞ്ഞതിന് സാരം, എനിക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്ന അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം മോദി എന്ന് പറയുന്നത് ഒരു ഉരുക്ക് മനുഷ്യനാണ്, അല്ലെങ്കിൽ ഒരു ചക്രവർത്തി, ഒരു എംപറർ എന്ന് വേണേൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. കാരണം ഞാൻ തന്നെ മനസ്സാൽ അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ പൂജിക്കുകയാണ്. കാരണം അതുപോലെ ഒരു ചക്രവർത്തി സ്ഥാനം, അത് അദ്ദേഹത്തിൻ്റെ നടത്ത തന്നെ ഒരു ചക്രവർത്തിക്ക് തുല്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വരവും പോക്കും. എന്താ
എന്താ സ്റ്റൈലല്ലേ, അതുപോലെ തന്നെയാണ്. അപ്പോൾ അതേ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം, ഒരു എംപറർ തന്നെയാണ് അദ്ദേഹം. അപ്പം ഞാനിവിടെ പറയുമായിരുന്നു, നമ്മുടെ കേരളത്തിൻ്റെ നരേന്ദ്രമോദി എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ നമുക്ക് വിശേഷിപ്പിക്കാം ജയിച്ചാൽ. എന്തായാലും കേരളത്തിന് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ സംഭാവന ചെയ്യും എന്ന്. പക്ഷേ ജയിച്ചിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾ നമുക്ക് കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യുമെന്ന് അറിയാനുള്ള സമയമായി വരുന്നുള്ളൂ. അപ്പോൾ അതിനിടയ്ക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഈ പറയുന്ന പോലെ എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നടനായതുകൊണ്ടാണ് ഒരുപക്ഷെ വാർത്താ ചാനലുകാർ ഒരുപക്ഷെ അദ്ദേഹത്തോട് ചോദിച്ചിരിക്കാൻ സാധ്യത. അപ്പോൾ അദ്ദേഹം ഈ ചാനലുകാരെല്ലാം കൂടെ ചേർന്ന് ഇദ്ദേഹം ഒരു നടനായതുകൊണ്ട്, സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടും ചാനലുകാർക്ക് ഇപ്പം നമ്മളായാലും ആഗ്രഹിച്ചു പോകും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നൊരു വാക്ക് കേൾക്കാൻ. അപ്പോൾ ഈ ചാനലുകാർ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം അന്നേരം പറഞ്ഞ മറുപടി ഒന്ന് കേട്ടു നോക്കൂ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെയായിരുന്നു പറയേണ്ടിയിരുന്നത്. അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചാനലുകാരോട് ഇത്രയ്ക്ക് കർക്കശമായിട്ട് പറയുന്നത്? മറ്റൊറ്റ ഒരാളും ഇപ്പം തന്നെ പൃഥ്വിരാജ് പറഞ്ഞു, എത്ര മാന്യമായിട്ടാണ് പൃഥ്വിരാജ് പറഞ്ഞതെന്ന് എനിക്ക്. പൃഥ്വിരാജ് എന്ന യുവനടന് എത്ര മാന്യമായിട്ടാണ് സംസാരിച്ചത്. പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത് ആരെയാണോ ആരോപിക്കപ്പെട്ടത് അത് എന്തായാലും ഒരു കേസ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ കോടതി മുഖാന്തരം നിയമപരമായിട്ട് വരുമ്പോൾ ആരാണോ തെറ്റ് ചെയ്തത്, അത് പ്രതിയായാലും വാദിയായാലും പിന്നെ ഇനി ആരോപിച്ചവരാണോ നേരെ മറിച്ചായാലും സ്ത്രീകളായാലും ഈ പരാതി പറഞ്ഞവരായാലും ആരാണ് തെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അവർ അതിൻ്റെ മാതൃകാപരമായ ശിക്ഷ അനുഭവിക്കട്ടെ എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. കറക്റ്റാണ് ആ കാര്യവും. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ നന്മമരം, അതായത് ഇദ്ദേഹം ഒരു അച്ഛൻ്റെ നന്മമരം എന്ന് ഉദ്ദേശിച്ച അച്ഛൻ്റെ സ്ഥാനം, മകളുടെ സ്ഥാനം, സഹോദരിയുടെ സ്ഥാനം, എല്ലാ സ്ഥാനവും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ അറിയാം ഒരു മനുഷ്യൻ എന്ന നിലയിൽ. അങ്ങനെയുള്ളൊരു വ്യക്തി എന്തിനാണ് ഈ ചാനലുകാരെ എതിർത്തതും ഒക്കെ എന്നാണ് നമ്മുടെ ഒരു അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെയായിരുന്നു അദ്ദേഹം ഒരു നിലപാടെടുക്കേണ്ടത്. കാരണം ഇവർ രണ്ടുപേരും രണ്ട് പാർട്ടിയാണ്. മുകേഷ് എന്ന് പറഞ്ഞ നടനും മുകേഷിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി സംസാരിച്ചത്. മുകേഷ് ഒരു പാർട്ടി, സുരേഷ് ഗോപി വേറൊരു പാർട്ടി. ഇവർ രണ്ടുപേരും സഹനടന്മാരാണെന്നുള്ള സഹപ്രവർത്തകരാണെന്നുള്ളതിൽ അത് രണ്ട് പാർട്ടിയാണ്. അപ്പോൾ ഒരു നടന്, അതായത് സഹപ്രവർത്തനായ ഒരു നടന് ഒരു പ്രശ്നം വന്നപ്പോൾ തെറ്റാണോ ശരിയാണോ ചെയ്തത്, തെറ്റാണോ എന്ന് പോലും ചെയ്തിട്ടുണ്ടോ, തെറ്റാണ് ചെയ്തെങ്കിൽ ഞാനത് പറഞ്ഞത് ശരിയാണ് എന്ന് പോലും ചിന്തിക്കാതെയാണ് സുരേഷ് ഗോപി മുകേഷിന് വേണ്ടിയിട്ട്, മുകേഷ് എന്ന് പറഞ്ഞ നടന് വേണ്ടിയിട്ട് ഇവിടെ ചാനലുകാർക്കെതിരെ തട്ടിക്കയറിയത്. വളരെ കർശനമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്ന വാക്കുകൾ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. അപ്പോൾ ഈ അദ്ദേഹത്തെക്കുറിച്ച്, ഈ നന്മമരത്തിനെക്കുറിച്ച് ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന ആൾ പറയുന്നതൊന്ന് കേട്ട് നോക്കൂ. കുറച്ച് കാര്യങ്ങൾ ഞാനൊരു ചാനലിൽ കണ്ടതാണ്, ഒന്ന് കേട്ട് നോക്കൂ. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ. കാരണം ഈ നന്മമരങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ വേറൊരു വേറൊരു സംഭവമായിട്ട് വേറൊരു ചായയായിട്ട് വരികയാണ് ഇപ്പോൾ. ഇതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സാധാരണ ചിലരും പറയും തെറ്റ് ചെയ്താലേ കട്ടവനെ കഴിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തവർക്കെ കൊള്ളത്തുള്ളൂ. ചെയ്യാത്തവർക്ക് ഒന്നും ബാധിക്കേണ്ട ഒരു കാര്യങ്ങളും ഇല്ല. ഇപ്പം ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന നടനെക്കുറിച്ച് ഈ ശാന്തിവിള ദിനേശ് എന്ന് പറയുന്നത് ഒന്ന് കേട്ടു നോക്കും. അതുകൊണ്ട് തന്നെ പരസ്യമായി കെട്ടിപ്പിടിച്ചാലോ നിറവയറിൽ തടവിയാലോ ആർക്കും വിരോധം തോന്നാത്ത 100% സദ്ഗുണസമ്പന്നായ മര്യാദരാമനാണ്. ഒരു യുവ സംവിധായകൻ രാഷ്ട്ര പുനർനിർമ്മാണത്തിനുള്ള ഒരു കഥ സിനിമയാക്കാൻ തീരുമാനിച്ചു. ആ സിനിമയിൽ ഈ മര്യാദരാമനെ നായകനാക്കി. 6 മണിക്ക് ഞാൻ റെഡി എന്നാണ് തലേദിവസം പോയപ്പോൾ മര്യാദരാമൻ പറഞ്ഞിരുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ അയാളെ ആരും വിളിച്ചില്ല. ദേഷ്യപ്പെട്ടാലോ 6 മണിക്ക് വരാമെന്ന് പറഞ്ഞിരിക്കുകയല്ലേ. നേരം വെളുക്കുന്നിടം മുതൽ മര്യാദരാമനെ കാണാനില്ല. പോലീസിൽ പരാതി കൊടുത്താലോ എന്നായി ചിലർ. 6 അടി 3 ഇഞ്ച് പൊക്കവും 2 കടുവയ്ക്ക് തിന്നാനുള്ള ചതയുമുള്ള അയാളെ ആക്കും പൊക്കിയെടുത്തണമെന്ന് പോവാക്കില്ലെന്നേ. അപ്പം പിന്നെ ഈ മര്യാദരാമൻ ഇവിടെ പോയി എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരു വിഷമവൃത്തത്തിൽ സംവിധായകനിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. എടുത്തു നോക്കുമ്പോൾ ഈ മര്യാദരാമൻ്റെ ഫോണാണ്. സത്യം പറ, നിങ്ങൾ എവിടെയാ? ഞാൻ സത്യമാ പറഞ്ഞത് സംവിധായക, ഞാനിങ്ങ് പോന്നു, മറ്റന്നാ വരാം. എൻ്റെ വീട്ടിൽ നിന്ന് ആരും നിങ്ങളെ വിളിക്കും തോന്നില്ല. അഥവാ ഇനി നമ്മുടെ സെറ്റിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ ഞാൻ സെറ്റിലുണ്ടെന്ന് പറഞ്ഞാൽ മതി ചേട്ടാ, എങ്ങും പോയെന്ന് പറയണ്ട എന്ന് പറഞ്ഞ് മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ അയാൾ ഫോൺ കട്ട് കളഞ്ഞു. വീട്ടുകാർ വിചാരിക്കുന്നത് ലൊക്കേഷനിൽ തകർത്തഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഗൾഫിൽ നിൽക്കുക, മനസ്സിലായ? ഒരു പുതിയ പെൺകുട്ടി സിനിമാ രംഗത്തേക്ക് വന്നു. ഈ കടുവേര തടിയും 6 അടി പൊക്കമുള്ള അയാളുടെ എങ്ങനെയോ എന്തോ വാചകത്തിൽ ആ കുട്ടി വീണുപോയി. ചാക്കിലായി അയാളുടെ മകളുടെ പ്രായമേ ഉള്ളൂവെങ്കിൽ പോലും കെട്ടിക്കോളാമെന്ന് പറഞ്ഞ വാക്കിൽ എവിടെയോ ആ കുട്ടി വീണു. ആ കുട്ടി വീഴാൻ പാടില്ലായിരുന്നു. കാരണം അയാൾക്ക് ഭാര്യയും 1.5 മക്കളും ഉണ്ടല്ലോ എന്ന് ആലോചിക്കണ്ടായിരുന്നു. എങ്ങനെയോ ആ കുട്ടി വീണു. ചക്കരെ മോളെ
മരുമോളെ എന്നൊക്കെ വിളിച്ച് ആ സുന്ദരിക്കുട്ടി അയാൾ പാട്ടിലാക്കി. നിനക്ക് അയാളെ കിട്ടിയുള്ളോ? അയാൾക്ക് ആരുടെ പിള്ളേർ ഒരു ഭാര്യയും സുന്ദരിയായ ഒരു ഭാര്യ ഉള്ളതല്ലേ എന്നൊന്നും ആരും ആ കുട്ടിയോട് ചോദിച്ചുമില്ല. അത് പൂർത്തിയാക്കാനുള്ള അവസരം കൊടുത്തുമില്ല. നിന്നെ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുമ്പ് വെച്ച് തന്നെ താലി കെട്ടി ഔദ്യോഗികമായി എൻ്റെ ഭാര്യയാക്കി കൊള്ളാമെന്ന് ആ കൊച്ചിന് ഉറപ്പ് കൊടുത്തു. പക്ഷേ ഭഗവാന്റെ മുന്നിൽ വെച്ച് താലിയൊന്നും കിട്ടിയില്ലെങ്കിലും ഹോട്ടൽ റൂമിലെ മുറിയിൽ വെച്ച് ജീവിതം ആരംഭിച്ചു. പടം തീരുന്നത് വരെ ഒന്നിച്ചായിരുന്നു പൊറുതി. രാവണൻകോട്ടയിലെ ചിത്രീകരണം തീർന്നപ്പോൾ പെങ്കൊച്ച് അച്ഛനും അമ്മയും താമസിക്കുന്ന ഗൾഫിലേക്ക് പറന്നു. അപ്പോഴും അവൾ വിശ്വസിച്ചു, ഒരു ഭാര്യയും ഈ അരടസം പിള്ളേരും ഉണ്ടെങ്കിൽ ഇയാൾ എന്നെയും കൂടെ, കാരണം ഇനിയും കൂടെ പോറ്റാനുള്ള ശേഷിയുണ്ടല്ലോ. ആ കുട്ടിയാണെങ്കിൽ നല്ല കാശുള്ളൊരു വീട്ടിലെ കുട്ടിയാണ്, ആണും പെണ്ണായിട്ടൊന്നല്ലേ ഉള്ളൂ. ദിവസമുള്ള സൊള്ളലുകൾക്കിടയിൽ അവൾ മര്യാദരാമനോടൊരു കാര്യം പറഞ്ഞു. നാളെ മുതൽ 2 നാൾ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടാവില്ല, ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ളൂ, ഗൾഫിലെ വീട്ടിലുള്ളൂ. കേൾക്കേണ്ട താമസം, ഷൂട്ടിങ്ങും പുല്ലും ഒക്കെ അവിടെ ഇട്ട് സിനിമയുടെ എന്തൊരു ആൾവാർത്തയെന്ന് ആലോചിച്ച് നോക്കി. ഷൂട്ടിങ്ങും എല്ലാം ആൾക്കൂട്ടും ബഹളവും ഫയർ എഞ്ചിനും പോലീസും ഒക്കെ വെച്ചാണ് നാളെ ഷൂട്ട് ചെയ്യണമെന്നൊന്നും അയാൾ ഓർത്തൊന്നുമില്ല. പെണ്ണല്ലേ, കിളുന്ത് പെണ്ണല്ലേ. അയാൾ പറന്ന് ഗൾഫിലെ വീട്ടിലെത്തി, UAE വീട്ടിലെത്തി. എലിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് വിളയാട്ടം എന്ന് പറഞ്ഞ കണക്ക് ലക്ഷങ്ങൾ നഷ്ടമാക്കി ചിത്രീകരണം നിലയ്ക്കുമ്പോൾ മര്യാദരാമൻ മണലാരണ്യത്തിൽ യുവമിഥുനങ്ങളെ പോലെ ഹണിമൂൺ പോലെ ആഘോഷിക്കുകയായിരുന്നു. പക്ഷേ മലയാളി പോട്ടന്മാർ ഇപ്പോഴും കരുതുന്നത് മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല മര്യാദരാമൻ അച്ഛൻ്റെ റോള് കൈകാര്യം ചെയ്യാൻ അറിയാം. അതായത് ആ വാത്സല്യം, അച്ഛൻ്റെ സ്നേഹം വാത്സല്യം കൊടുക്കാനറിയാം, മകൻ്റെ സ്നേഹവാത്സല്യം കൊടുക്കാനറിയാം, സഹോദരൻ്റെ സ്നേഹവാത്സല്യം കൊടുക്കാനറിയാം. നല്ലൊരു കുടുംബനാഥൻ, 2-3 മക്കളും ഭാര്യയുമുള്ള നല്ലൊരു കുടുംബനാഥൻ. അദ്ദേഹത്തിന് ആ ഒരു വ്യക്തി, ആ ഒരു നന്മമരം എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടായൊരു വ്യക്തി. കാരണം എല്ലാവരും അദ്ദേഹത്തെ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പേരുണ്ടായതായിട്ട് ആരും കേട്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരാളിനെ കുറിച്ച് ആളാരാണെന്ന് നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള ഒരാളിനെ കുറിച്ച് നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. അതായത് ശാന്തിപിള്ള ദിനേശ് എന്ന് പറയുന്ന ആള്, അദ്ദേഹം ഒരു സംവിധായകനാണ്. അദ്ദേഹം ഒന്ന് പറയുന്നത് കേട്ട് നോക്കൂ. അതേത് നടനാണ് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഏത് നടനാണെന്ന്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ പറയുന്നതല്ലാതെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല കേട്ടോ. ഓരോ വാർത്താ ചാനൽ, അതായത് ഓരോരോ കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഈ പിന്നെ പണ്ട് കാലത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ വെളിയിലോട്ട് വരുന്നത്, ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ നടന്മാരുടെയും ഓരോ സിനിമാ ദൈവങ്ങളുടെയും മുഖംമൂടിയുടെ അഴിഞ്ഞു വീഴുകയാണ്. അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും, നല്ലൊരു പ്രതിനിധിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷമായിട്ട് സംസാരിച്ചാൽ മതിയായിരുന്നു. നല്ലൊരു പ്രതിനിധി, അതായത് ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ഒരു പ്രതിനിധി ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹം ഇങ്ങനെ പറയാൻ പാടുള്ളായിരുന്നു. കോടതി മുഖാന്തരം വരുന്ന കാര്യങ്ങൾ, കോടതി നിയമം എന്താണെന്ന് വെച്ച് കോടതി നിയമം അനുസരിച്ച് മുന്നോട്ട് പോകട്ടെ, അത് തെറ്റേത് ശരിയേത് എന്ന് അറിഞ്ഞിട്ട് കുറ്റം ചെയ്ത ആളിനെ ശിക്ഷിക്കട്ടെ, മാതൃകാപരമായി ശിക്ഷ കൊടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു അവിടെ. അപ്പോൾ ഇതിനകത്തിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ വിദ്വേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തി പിടിച്ചു പറ്റിയിരിക്കുന്നത്. കാരണം ജനങ്ങളുടെ മൊത്തം പ്രതീക്ഷയാണ് ഇവിടെ തകിടം മറിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഈ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതായത് ഈ മുകേഷ് എന്ന് പറയുന്ന ഈ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞത് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ്. കാരണം ഈ ജനങ്ങൾ, അതായത് എന്നെപ്പോലെയുള്ള, നമ്മളെപ്പോലെയുള്ള ഓരോ ജനങ്ങളും ആണ് ഇവരുടെയൊക്കെ സിനിമ കാണുന്നത്. ഓരോ ജനങ്ങളുടെയും പ്രതീക്ഷകളാണ് ഇവർ തകർക്കുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇവരൊക്കെ ജനങ്ങളാൽ ജയിക്കപ്പെട്ടതാണ്. അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. നല്ല നടന്മാരെ ആണെങ്കിലും നല്ല പ്രതിനിധികളെ ആയാലും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരിടത്ത് ഇങ്ങനെയാണോ ജനങ്ങളോടും പത്രക്കാരോടും ഒക്കെ ഇടപെടുന്ന രീതി, ഇപ്പോൾ ചാനലുകാരോടൊക്കെ ഇടപെടുന്ന രീതി? മാന്യമായ രീതിയിൽ സംസാരിക്കാമല്ലോ. ഇത്രയും കർക്കശമായിട്ടും പരുഷമായിട്ടും ഒന്നും സംസാരിക്കേണ്ട ഒരാവശ്യമില്ല അല്ലേ. അപ്പം നമ്മൾ ഇവരെയൊക്കെ ജയിപ്പിച്ചു വിട്ടത് എന്തിന്? വീണ്ടും കാണും വരെ ബായ്. അപ്പോൾ ഈ ശാന്തിപിള്ള ദിനേശ് എന്ന് പറയുന്ന ആളിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? ഈ നന്മമരത്തിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉള്ളതായിട്ട് തോന്നിയോ? ഒരുപക്ഷെ അതുകൊണ്ടാണോ ഇദ്ദേഹം എതിർത്തത് എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം. നമ്മൾ
അത്യാവശ്യം പൊട്ടന്മാരൊന്നുമല്ലല്ലോ, നമുക്ക് ഈ പറയുന്ന പോലെ മനസ്സിലാവും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഇദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം ഒരു പക്ഷേ മുകേഷിന് സപ്പോർട്ടായിട്ട് നിന്നത്, എതിർത്തതോ അല്ലേ. എന്തായാലും ഇവരെ പോലെയുള്ള ആളുകളെ ജയിപ്പിച്ചത് നമ്മൾ തന്നെ, പ്രേക്ഷകരായിട്ടുള്ള ഇവരെ അതായത് ഏറ്റവും നല്ല നടന്മാരായിട്ട് നമ്മൾ തന്നെയാണ്, നമ്മളെപ്പോലെയുള്ള പ്രേക്ഷകരാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞ് നമ്മളെപ്പോലെയുള്ള ജനങ്ങളുടെ, പ്രേക്ഷകരുടെ സകല പ്രതീക്ഷകളും തകർത്തിരിക്കുന്നതാണ് ആളുകളാണ് ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചു, അതിൽ പറ്റിയ തെറ്റാണിത്. അപ്പം ഇനിയിപ്പോൾ ആരെങ്കിലും ബാക്കിയുണ്ടോ? ഇനി വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും ഓരോ നന്മമരങ്ങളുടെയും ചായ ഇവിടെ മുഖംമൂടി ഇവിടെ അഴിഞ്ഞു വീഴുകയാണ്. അപ്പം ഇനിയും കഥ തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും ഇനിയെങ്കിലും ഒരു പിന്നെ നല്ലൊരു ശുദ്ധികലശം സിനിമാ ഫീൽഡിലുണ്ടാകുമെന്ന് ആശിക്കാം. അതുപോലെ തന്നെ ഇനി കുറേയൊക്കെ കുറ്റകൃത്യങ്ങൾ എന്തായാലും പീഡനങ്ങളായാലും കുറേയൊക്കെ കുറഞ്ഞിരിക്കും. കാരണം അല്പം ഒരു പേടി വരും ഇനി എല്ലാവർക്കും, ഒന്നുകൂടെ ആലോചിച്ചിട്ടേ എല്ലാവരും ചെയ്യുള്ളൂ. അപ്പോൾ കുറേയൊക്കെ കുറഞ്ഞു കിട്ടും, കുറേ മാറ്റം വരും. അതുപോലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും സിനിമാ ഫീൽഡിലുള്ള കാര്യങ്ങളും കുറേയൊക്കെ കുറഞ്ഞു വരും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ സംഘടന അന്ന് അമ്മ എന്ന് പറയുന്ന അതുപോലെയുള്ള സംഘടനകളുടെ തലപ്പത്ത് സ്ത്രീകളെയും മുൻനിരയിലേക്ക് വരട്ടെ എന്ന് തന്നെയാണ് ആശിക്കുന്നത്. അങ്ങനെ തന്നെ വേണം, സ്ത്രീകൾ മുൻനിരയിലേക്ക് തന്നെ വരണം. പുരുഷന്മാർക്ക് മാത്രമായിട്ട് സ്ഥാനം കൊടുത്താൽ പോലെ സ്ത്രീകൾക്കും കൊടുക്കണം. അങ്ങനെ യുവനടികൾ ആരെങ്കിലുമൊക്കെ ഇനി മുന്നോട്ട് വരട്ടെ. അതുപോലെ തന്നെ യുവനടന്മാർ മുന്നോട്ട് വരട്ടെ തലപ്പത്ത്, അതായത് മുൻനിരയിലും, അതായത് ഒരു സ്ഥാനത്തിരിക്കാനായിട്ട് ഈ സംഘടനകൾ, സിനിമാ സംഘടനകളുടെ സ്ഥാനത്തിരിക്കാനായിട്ട് നല്ല നടന്മാർ മുന്നോട്ട് വരട്ടെ. വീണ്ടും നമുക്ക് കാണാം. ബായ്.